അനുമോളുടെ PR വന്ന വഴി കറക്റ്റായിട്ട് ഇന്ന് രാത്രി അവസാനിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അനുമോള് പറഞ്ഞതും അതായത് അനുമോള് ശൈത്യയോട് പറഞ്ഞ കഥയും പുറത്ത് നടക്കുന്ന കഥയും രണ്ടും രണ്ടാണല്ലോ അളിയ. അപ്പോൾ നമുക്ക് എന്തായാലും ശരി അനുമോള് പറഞ്ഞ കഥ എന്താണെന്ന് പറയാം. പുറത്തെ കഥ അനുമോൾക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് അനുമോളെ അതിനകത്ത് ബ്ലെയിം ചെയ്യേണ്ട. അനുമോളുടെ വീട്ടുകാരെ നമുക്ക് ബ്ലെയിം ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ശരി, സീരിയൽ കാണുന്ന ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ശരിക്കും പറഞ്ഞാൽ അനുമോള് പറഞ്ഞ കഥ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇതെനിക്ക് കുറെ കോൾസ് ഒക്കെ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആൾക്ക് കൊടുക്കണം എന്ന് അനുമോളോട് പഴയ മത്സരാർത്ഥികളൊക്കെ പറഞ്ഞു. പഴയ മത്സരാർത്ഥികളൊക്കെ ഇവിടെ പിടിച്ചു നിന്നത് ഈ പറയുന്ന വ്യക്തിയുടെ PR വഴിയിട്ടാണ്. അങ്ങനെ അനുമോളും ഈ പറയുന്ന വ്യക്തിയെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ച എമൗണ്ട് ആണ് 15 ലക്ഷം. അപ്പോ അനുമോള് പറഞ്ഞു ഇല്ല, അത്രയും തരാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ തരാൻ പറ്റും, അത് പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സ്റ്റോപ്പ് ചെയ്തു പോയി. അപ്പൊ അനുമോള് വീണ്ടും മുന്നോട്ട് ദിവസങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ പോയ സമയത്ത് എല്ലാവരും വീണ്ടും അനുമോളോട് ചോദിക്കാൻ തുടങ്ങി. ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യാനും പിന്നെ അതുപോലെ ഫോട്ടോസും വീഡിയോസും എല്ലാം ബിഗ് ബോസിൽ അത് കട്ട് ചെയ്തിടാനും ഒക്കെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന രീതിയിൽ അനുമോൾക്ക് വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ വീണ്ടും വിളിച്ചതായിട്ട് അനുമോള് പറയുന്നുണ്ട്. വീണ്ടും വിളിച്ചപ്പോഴെങ്ങാണ്ടാണ് ഈ 1 ലക്ഷത്തിന്റെ കേസ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന PR വ്യക്തി പറഞ്ഞത് ഇത് പറ്റത്തില്ല, പക്ഷെ എങ്കിലും നോക്കാം. അപ്പോൾ അന്നേരം ആ വ്യക്തി പറഞ്ഞു ഒരു സമയം ഒരാളുടെ PR മാത്രമേ താൻ എടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അനുമോള് പറഞ്ഞു എന്നാ ഒരു കാര്യം തൻ്റെ കൂടെ തന്നെ വേറെ വ്യക്തികളുടെ എടുത്തോളൂ, തനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാ നോക്കാം എന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെ ആളെ വിളിച്ചിട്ടേ ഇല്ല എന്നാണ് അനുമോള് പറഞ്ഞത്. പിന്നെ ഈ ഇവിടേക്ക് എത്തുന്നതിന് 3-4 ദിവസം മുന്നേയൊക്കെയാണ് വീണ്ടും അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നത്. പക്ഷേ അത് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. ആ പറഞ്ഞതിനകത്ത് ഇവിടെ മത്സരിക്കാൻ വരുന്ന ആൾക്കാരുടെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യ ഇടയ്ക്ക് കയറി ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ വരുന്ന കാര്യം, ശൈത്യ സന്തോഷ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് വരുന്ന കാര്യം നീ അറിഞ്ഞായിരുന്നോ? അനുമോള് പറയുന്നുണ്ട് അറിഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര ഗ്രേറ്റ് ഗെയിമറാണ് ശൈത്യ, ഒരു ഭയങ്കര ഗെയിമറാണ് എന്നാണോ നീ അങ്ങനെയല്ല നിന്നോട് പറഞ്ഞത്? അപ്പോൾ അന്നേരം അനുമോള് പറഞ്ഞു അങ്ങനെയല്ല, ഒരു നല്ല കുട്ടിയാണ് ശൈത്യ, ഒരു നല്ല ഒരു വ്യക്തിയാണ്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് എന്ന് അനുമോള് പറയുന്നുണ്ട്. നീ എങ്ങനെയാ അറിഞ്ഞത് എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് വീഡിയോസ് ഒക്കെ വന്നായിരുന്നല്ലോ, പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശൈത്യ പറഞ്ഞു എന്റെ പേര് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വളരെ ലാസ്റ്റ് അല്ലേ വന്നത്, അപ്പൊ നീ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് ലാസ്റ്റ് ആണ് വന്നത്, പക്ഷെ അത് ഞാൻ അറിഞ്ഞായിരുന്നു, അത് മാത്രമല്ല ഈ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അതായത് PR എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ശൈത്യ പറയുന്നത് വെച്ചാല് നിന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പൊ അയാളാണ്, നീ ഇത് കൊടുത്തിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എന്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം ഞാൻ കൊടുത്തിട്ടില്ല, അതായത് ഈ പറയുന്ന 1 മില്യൺ സംതിങ് വരുന്ന ഇൻസ്റ്റഗ്രാം താൻ കൊടുത്തിട്ടില്ല, പകരം അനുമോളുടെ പേരിൽ വേറൊരു പേജ് തുടങ്ങി അതാണ് പുറത്ത് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ശൈത്യ പറഞ്ഞു നിന്റെ ഈ പറയുന്ന 1 മില്യൺ വരുന്ന ഇൻസ്റ്റഗ്രാം ഇപ്പൊ അയാളുടെ കയ്യിലാണ്. അനുമോൾ പറഞ്ഞു ഇല്ലില്ല, അത് ഞാൻ കൊടുത്തിട്ടില്ല, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, അതെന്റെ ചേച്ചിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അത് ഒരിക്കലും കൊടുക്കില്ല, അത് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശൈത്യ പറയുന്നുണ്ട് ഫോൺ കൊടുക്കണ്ടല്ലോ, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ, ഫോൺ കൊടുക്കണ്ടല്ലോ എന്ന് ശൈത്യ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് ഇല്ല എനിക്കറിയത്തില്ല, അങ്ങനൊരു കാര്യം അവിടെ സംഭവിക്കത്തില്ല, എന്തായാലും എനിക്ക് പുറത്തിറങ്ങിയിട്ട് നോക്കാം, കാരണം എനിക്കിപ്പൊ അറിയത്തില്ല എന്ന് അനുമോള് പറയുന്നുണ്ട്. പിന്നെ ശൈത്യ പറഞ്ഞൊരു കാര്യം, ഈ പറയുന്ന PR 15 ലക്ഷം 16 ലക്ഷത്തിന്റെ കഥയുടെ കാര്യത്തില് ശൈത്യയോട് അനുമോളും പറഞ്ഞിട്ടുണ്ട് 15 ലക്ഷത്തിന്റെ കണക്ക്. അതൊരു തരത്തിൽ പോലും അനുമോൾ സമ്മതിക്കുന്നില്ല. അനുമോൾ പറയുന്നത് ഞാൻ കൊടുത്തു എന്നല്ല പറഞ്ഞത്, എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ അപ്പൊ നോയാണ് പറഞ്ഞത്, അതാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത്, നീയും അപ്പൊ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ശൈത്യ പറഞ്ഞിട്ട് ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല, ശൈത്യയും കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് ശൈത്യയും പറയുന്നുണ്ട്. അപ്പം ഈ പുറത്തിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന ഈ ശൈത്യ കൊടുത്തിട്ടില്ല എന്ന് ശൈത്യ പറയുന്നുണ്ട്. പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം ശൈത്യയുടെ അച്ഛന്, എനിക്ക് തോന്നുന്നത് അനുമോൾ ത്രൂ ആയിരിക്കാം ചിലപ്പോൾ ശൈത്യയുടെ അച്ഛനും ഈ പറയുന്ന PR-ന്റെ ബന്ധം വന്നെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ശൈത്യയെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് നാള് അനുമോളുടെ ഫാമിലി ഈ വീഡിയോസ് ഷെയർ ചെയ്യുമായിരുന്നു. അതായത് അനുമോളുടെ അക്കൗണ്ടിൽ തന്നെ
ശൈത്യക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് ഈ പറയുന്ന ഇത് വന്നിട്ടുണ്ട്, ഷുവറായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഏതായാലും ശരി, ശൈത്യയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തോ 1.5 ലക്ഷം രൂപ എങ്ങാണ്ട് ഈ പറയുന്ന വ്യക്തി മേടിച്ചതായിട്ട് പിന്നെ പറയുന്നുണ്ട്, ശൈത്യ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അനുമോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. ബാക്കി ലൈവിൽ ഇനി എന്തായാലും ഈ സംസാരം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് തീരുന്നതിന് മുന്നേ ഇതിനൊരു ക്ലാരിറ്റി വരും. പക്ഷേ അനുമോൾ പിന്നെയും പറയുന്നു, ദൈവ സത്യം ഞാൻ PR കൊടുത്തിട്ടില്ല, ദൈവത്തിനാണ് സത്യം. ഇവിടുന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചിരിക്കും. എല്ലാവരെയും ഒന്നും കാണിക്കത്തില്ല, നിന്നെ ഞാൻ കാണിക്കും, ആദിലിനെ ഞാൻ കാണിക്കും. പക്ഷേ പുറത്തങ്ങനെ എല്ലാവരെയും കാണിക്കത്തില്ല. എങ്കിലും ഞാൻ പറയാണ്, ദൈവ സത്യം ഞാൻ PR കൊടുത്തിട്ടില്ല. ഇത്രയധികം ആത്മാർത്ഥമായിട്ട് അനുമോൾ ഇത് ഇത്രയും പറയുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സത്യം കാണും. ഈ പറയുന്ന വ്യക്തിയുമായിട്ടൊരു കോണ്ടാക്ട് ചെയ്തിട്ടും ഉണ്ടാകും. പക്ഷേ ഈ പറയുന്ന വ്യക്തിയാണ് ഈ വിനു എന്ന് പറയുന്ന ആള് സോഷ്യൽ മീഡിയയിൽ കുറേ അധികം ഇന്റർവ്യൂ കൊടുത്തു. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ മത്സരിച്ച ഒരു വ്യക്തിക്ക് കിട്ടുന്ന അതേ റീച്ച് ഈ പറയുന്ന വ്യക്തിക്കും കിട്ടിയിട്ടുണ്ട്. പുറത്ത് ഏറ്റവും കൂടുതലും അനുമോളെ ചതിച്ചത് ഈ പറയുന്ന വ്യക്തിയും ഈ അനുമോളുടെ ഫാമിലി തന്നെയാണ്. ഓരോന്നും പറഞ്ഞും അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് മാറ്റി പറഞ്ഞ് ആകെ വൃത്തികേടാക്കിയിട്ടുള്ളതെന്ന് എൻ്റെ ഒരു ഒബ്സർവേഷൻ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഇപ്പോഴും അനുമോൾ അകത്ത് വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അനുമോളുടെ ഫാമിലി ഉൾപ്പെടെ, അല്ലെങ്കിൽ അനുമോളുടെ ഈ പറഞ്ഞ PR എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെ മറ്റൊരു സ്റ്റോറി അവിടെ കുക്ഡപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏത് സ്റ്റോറി നമ്മൾ ഈ ഓഡിയൻസ് വിശ്വസിക്കും എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരി, അനുമോൾക്ക് ഇതൊന്നും അറിയില്ല, അത് നമുക്ക് 100% പറയാം. കാരണം ഈ 100 ദിവസം ആ കുട്ടിയുടെ കയ്യിൽ എന്തായാലും ഫോൺ കിട്ടിയിട്ടില്ല. പുറത്തുനിന്ന് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളല്ലാതെ അനുമോൾക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. അനുമോളെ ഇപ്പോഴും ഞാൻ കുറ്റം പറയാത്തതിന്റെ റീസൺ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. പക്ഷേ ഈ പറയുന്ന കണക്ക് പിന്നെ ആ 30 ലക്ഷത്തിന്റെ കണക്കുൾപ്പെടെ അനുമോൾ വീണ്ടും ശൈത്യയോട് പറയുന്നുണ്ട്. അതും ഇന്നലെ രാത്രി കിടന്ന് ശൈത്യ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞായിരുന്നല്ലോ. അതായത് തിരുവനന്തപുരത്ത് 30 ലക്ഷം രൂപയുടെ ലോൺ ഉള്ള ഒരു വീടിന്റെ കാര്യം. അപ്പോൾ നിനക്ക് വേറെ 2 വീടില്ലേ എന്ന് ശൈത്യ ചോദിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് ആ വീടുണ്ട്, പക്ഷെ ഈ പറയുന്ന വീട് ചേച്ചിക്ക് വേണ്ടിയിട്ട് അതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, ആ വീട് ഞാനാണ് ലോൺ എടുത്ത് വെച്ചത്, അതിന്റെ കണക്ക് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ നെഗറ്റീവ്സിന്റെ ലിസ്റ്റിനകത്ത് ഇതെല്ലാം ഞാൻ പറയും. കാരണം എന്ന് വെച്ചാല് ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയാനാണോ ബിഗ് ബോസ് ഷോയിലേക്ക് വന്നത്? ഇമാതിരിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പുറത്തെ കാര്യങ്ങൾ വന്ന് ഇതിനകത്തിട്ട് കളിക്കുക എന്ന് പറയുന്നത് ചീപ്പ് തന്നെയാണ്. അത് എന്തൊക്കെയാണെങ്കിലും ശരി, അനുമോളുടെ ഭാഗത്ത് ഈ എന്താ പറയാ ലൂസ് ടോക്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. നേരെ മറിച്ച് വളരെ പേഴ്സണൽ ആയിട്ടുള്ള വീട്ടിലെ കാര്യങ്ങളും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടം വരെത്തിയെന്ന് ഇങ്ങനെ 1000 തവണ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് അവരുടെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനകത്ത് അവരാ പറഞ്ഞതിനൊക്കെ അവർ റെസ്പോൺസിബിൾ ആണ്. അവരുടെ കൂടെ നിന്നവര് ഈ പറഞ്ഞ കാര്യങ്ങൾ, അനുമോളുടെ വായിൽ നിന്ന് വീണ കാര്യങ്ങൾ കൂടെ നിന്നവർ കേട്ടിട്ട് അതെടുത്ത് ആയുധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ തെറ്റാണ്? ആയുധമാക്കാൻ അവസരം കിട്ടി, അവർ ആയുധമാക്കി. ഇട്ടുകൊടുത്തത് ആര്? അപ്പോൾ അനുമോളുടെ ഭാഗത്തെ തെറ്റുകൾ ഇവിടെയൊക്കെ ആയിരുന്നു തുടങ്ങിയിരുന്നത്. പക്ഷെ സ്റ്റിൽ അനുമോള് അകത്ത് കളിച്ച കളിയും ആ ഒരു സ്ട്രാറ്റജീസും ഗെയിംസും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം അനുമോൾക്ക് കപ്പ് കിട്ടിയാലും അത് PR കൊടുത്തതാണെന്നേ പറയാൻ കഴിയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ ഈ പുറത്തിറങ്ങിയതിനു ശേഷം അനുമോൾ അത് പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത് ആര്? അതൊരു ചോദ്യമാണ്. പിന്നെ അതുപോലെ അനുമോൾ പറയുന്നു 1 ലക്ഷത്തിനെങ്ങാണ്ടാണ് PR പിന്നെ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒട്ടും കൊടുത്തിട്ടില്ല എന്ന് ദൈവസത്യം പറയുന്നുണ്ട്. ഇനി 16 ലക്ഷത്തിനും 15 ലക്ഷത്തിനും കൊടുത്തിട്ടില്ല എന്നാണ് അനുമോള് പറഞ്ഞ ഈ ദൈവസത്യം എന്നുണ്ടെങ്കിൽ, ആ 1 ലക്ഷത്തിനാണ് കൊടുത്തതെങ്കിൽ ഈ പറയുന്ന PR കൊടുത്തത് ഒരു തെറ്റല്ല. പക്ഷേ ഇത്രയും ഒരു എന്താ പറയാ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന, ഇത്രയും വൈറൽ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയി മാറിയ PR ഈ സീസണിൽ അനുമോൾക്കുള്ളത് മാത്രമാണ്. ഇതിനു മുമ്പ് ഇങ്ങനൊരു ന്യൂസോ ഇങ്ങനൊരു വാർത്തയോ നമുക്കധികം പരിചയമില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിലെ ക്ലാരിറ്റി എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. ഇത് ഈ സീസൺ കഴിഞ്ഞാലും ഉറപ്പായിട്ടും ഈ PR-ന്റെ കണക്കുകൾ ബോധിപ്പിച്ചേ പറ്റൂ. ഇത് അനുമോള് തന്നെ ആ റെസ്പോൺസിബിലിറ്റീസ് ഇവിടുന്ന് ഇറങ്ങിയതിനു ശേഷം എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഇത് ഈ പറയുന്ന കണക്ക് അകത്ത ഈ ഒരു പ്രശ്നത്തെക്കാൾ വലിയൊരു പ്രശ്നം ഇപ്പോൾ ഈ ശൈത്യയുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ അനുമോള് ഫേസ് ചെയ്യാൻ തയ്യാറായിരുന്നേ പറ്റൂ എന്ന് ഈ ഒരു മൊമെന്റിൽ എനിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ അത് കാരണം ഇപ്പൊ ഇത്ര നാൾ നമുക്ക് പറയാനൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ശൈത്യ ഇത് ചോദിച്ചപ്പോൾ അനുമോള് പറഞ്ഞ സ്റ്റോറിയാണ്, അനുമോള് പറഞ്ഞതാണ്. അതിനെ ഇനി തേച്ചാലും മാച്ചാലും പോകാൻ പറ്റില്ല. അപ്പോൾ പുറത്തിറങ്ങിയതിനു ശേഷം അതിനകത്തൊരു കൺക്ലൂഷനൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് ആശംസിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നതിനകത്ത് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു റിവ്യൂവിനകത്ത് ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളും ഞാൻ കണ്ട ഒബ്സർവേഷൻ ആണ്.
സോ ഇതിനകത്ത് വ്യക്തിപരമായിട്ട് ഒരു കാര്യവും ഞാൻ പറഞ്ഞ ആരെയും അധിക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ക്ഷമ പറയുകയാണ്. കാരണം അനുമോളുടെ ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പുറത്തെ വിഷയമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവരുടെ ഫാമിലിയെ കുറിച്ച് പറയേണ്ടി വന്നത്, അഡ്രസ് ചെയ്യേണ്ടി വന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. സീരിയൽ കാണുന്ന ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.